ടി വാസുദേവൻ നായർ. മാടത്തു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിൽ ജനിച്ചു. പുന്നയൂർക്കുളം ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായിരുന്നു ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം സരസ്വതി. ചലച്ചിത്രകാരൻ, നാടകകൃത്ത്, സാഹിത്യ സംഘാടകൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പത്രാധിപർ എന്നിങ്ങനെയുള്ള മേഖലകളിലെല്ലാം മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ടി വാസുദേവൻ നായർ. നിളയുടെ കഥാകാരനെന്നും കൂടല്ലൂരിൻ്റെ കഥാകാരനുമെന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ടി. നിളാ നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടി വാസുദേവൻ നായർ കെ സരള എന്ന തൂലികാനാമത്തിൽ ബാലസാഹിത്യ കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. ടിയുടെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കൃതിയാണ് പ്രാചീന ഭാരതത്തിലെ വൈരവ്യവസായം. ഇത് പ്രാചീന ഇന്ത്യയിലെ വജ്ര വ്യവസായത്തെക്കുറിച്ചുള്ള ഒരു ഉപന്യാസമാണ്. ഗുരുവായൂരിൽ നിന്ന് CG നായർ പ്രസിദ്ധീകരിച്ച കേരളാക്ഷേമം എന്ന ദ്വിവാരികയിലാണ് ഈ പ്രസിദ്ധീകരണം വന്നത്. ടിയുടെ ആദ്യ കഥയായ വിഷുവഘോഷം പ്രസിദ്ധീകരിച്ചത് 1948 മദ്രാസ് ആസ്ഥാനമായുള്ള ചിത്രകേരളം മാസികയിലായിരുന്നു. 1954 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ 1ാം സ്ഥാനം നേടി. അതോടുകൂടി സാഹിത്യരംഗത്ത് ടി വളരെയധികം ശ്രദ്ധയാകർഷിച്ചു. ടിയുടെ ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചവും 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ ഖണ്ഡശിയായി പുറത്തു വന്നു. കേരളത്തിലെ പരമ്പരാഗത തറവാടുകളെ അടിസ്ഥാനമാക്കിയുള്ള ടിയുടെ 3 നോവലുകളാണ് നാലുകെട്ട്, അസുരവിത്ത്, കാലം എന്നിവ. പുസ്തക രൂപത്തിൽ പുറത്തുവന്ന ടിയുടെ ആദ്യ നോവലാണ് നാലുകെട്ട്. ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ടിയുടെ ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണാണ്. 1970 കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1973 ടി സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണം പതക്കം ലഭിച്ചു. 1974 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിർമ്മാല്യം എന്ന ചിത്രത്തിന് 3 പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ. 1985 അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. പകൽക്കിനാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, നഗരമേ നന്ദി, അസുരവിത്ത്, ഓളവും തീരവും, കുട്ടേടത്തി, ബന്ധനം, ഏകാകിനി, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഓപ്പോൾ, താഴ്വാരം, പെരുന്തച്ചൻ, കടവ്, വളർത്തുമൃഗങ്ങൾ, വാരിക്കുഴി, മഞ്ഞ്, ആൾക്കൂട്ടത്തിൽ തനിയെ, നഗക്ഷതങ്ങൾ, പഞ്ചാഗ്നി, അമൃതംഗമയ, ഋതുഭേദം, ആരണ്യകം, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, സുകൃതം, ഒരു ചെറുപുഞ്ചിരി, തീർത്ഥാടനം ഇവയെല്ലാം ടിയുടെ തിരക്കഥകളാണ്. ഇനി ടി സംവിധാനം ചെയ്ത കുറച്ച് സിനിമകൾ നോക്കാം. 1973 നിർമ്മാല്യം, 1978 ബന്ധനം, 1982 വാരിക്കുഴി, 1982 മഞ്ഞ്, 1991 കടവ്, 2000 ഒരു ചെറുപുഞ്ചിരി. ടിയുടെ പ്രധാനപ്പെട്ട കൃതികളൊന്ന് പരിചയപ്പെടാം. നാലുകെട്ട് 1985 ടിയുടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട്. 1959 ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നായർ സമുദായത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ആ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന യുവത്വത്തെക്കുറിച്ചുമാണ് ഈ നോവലിൽ പരാമർശിക്കുന്നത്. ഈ നാലുകെട്ട് എന്ന പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്
അപ്പുണ്ണിയും കോന്തുണ്ണിയും. മഞ്ഞ്. എം ടിയുടെ ബോധധാരാ നോവലാണ് മഞ്ഞ്. സ്ഥിരം പശ്ചാത്തലമായ വള്ളുവനാടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നൈനിറ്റാൽ എന്ന പശ്ചാത്തലത്തിൽ രചിച്ചൊരു നോവലാണ് മഞ്ഞ്. ചലച്ചിത്രമാക്കപ്പെട്ട എം ടിയുടെ ആദ്യ നോവൽ കൂടിയാണ് മഞ്ഞ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വിമലയും സർദാർജിയും. കാലം. കാലം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് സേതുമാധവൻ. രണ്ടാമൂഴം. രണ്ടാമൂഴത്തിലെ പ്രധാന കഥാപാത്രമാണ് ഭീമൻ. മഹാഭാരത കഥയെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് രണ്ടാമൂഴം. വാരണാസി. കാശി യാത്രയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചൊരു നോവലാണ് വാരാണസി. ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് സുധാകരൻ. അസുരവിത്ത്. അസുരവിത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി. മതസൗഹാർദ്ദം കേന്ദ്രമാക്കി അവതരിപ്പിച്ചൊരു നോവലാണ് അസുരവിത്ത്. വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വിനോദിനിയും കരുണാകരൻ മാഷും. എം ടിയുടെ തിരക്കഥകൾ. നിർമാല്യം. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന തൻ്റെ ചെറുകഥയെ ആധാരമാക്കി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു ചിത്രമാണ് നിർമാല്യം. 1973 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തൊരു തിരക്കഥയാണ് നിർമാല്യം. ഈ സിനിമയിലൂടെയാണ് PG ആൻ്റണിക്ക് ആദ്യ ഭരത് അവാർഡ് ലഭിക്കുന്നത്. ഒരു ചെറുപുഞ്ചിരി. തെലുങ്ക് എഴുത്തുകാരൻ ശ്രീരമണയുടെ മിഥുനം എന്ന നോവലിനെ ആധാരമാക്കി MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി. ഇതിന് ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2000 MTക്ക് ലഭിച്ചു. മ്യൂണിക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MTയുടെ ഒരു സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി. MTയുടെ യാത്രാവിവരണങ്ങൾ. മനുഷ്യർ നിഴലുകൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ യൂറോപ്പ് യാത്രയുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ് ഈ മനുഷ്യർ നിഴലുകൾ. ആൾക്കൂട്ടത്തിൽ തനിയെ. അമേരിക്കയിൽ ചിലവഴിച്ച 2 മാസ കാലഘട്ടത്തിലെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയൊരു യാത്രാവിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. വൻകടലിലെ തുഴവള്ളക്കാർ. സാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്നതിനായി ചൈനയിലേക്കുള്ള യാത്രയിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചുള്ള യാത്രാവിവരണമാണ് കടലിലെ തുഴവള്ളക്കാർ. MTയുടെ ബാലസാഹിത്യ കൃതികളാണ് ദയ എന്ന പെൺകുട്ടി, മാണിക്യക്കല്ല്, തന്ത്രക്കാരി. ഇനി ചെറുകഥാ സമാഹാരങ്ങൾ. രക്തം പുരണ്ട മണൽത്തരികൾ, വെയിലും നിലാവും, വേദനയുടെ പൂക്കൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ബന്ധനം, കളിവീട്, പത്തനം, വാരിക്കുഴി. MTക്ക് ലഭിച്ച കുറച്ച് അവാർഡുകൾ പരിചയപ്പെടാം. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ ലഭിച്ചിട്ടുണ്ട്. 1990 ഒരു വടക്കൻ വീരഗാഥ, 1992 കടവ്, 1993 സതയം, 1995 പരിണയം. ഇത് കൂടാതെ 1995 ജ്ഞാനപീഠ പുരസ്കാരവും 2005 പത്മഭൂഷൺ പുരസ്കാരവും 2025 പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡുകൾ എന്നിങ്ങനെ ഒരുപാട് അവാർഡുകൾ MTക്ക് ലഭിച്ചിട്ടുണ്ട്. MTയുടെ ഉദ്ധരണികളിലൂടെ ഒന്ന് കടന്നു പോകാം. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം, സുഹൃതം. കാലത്തിൻ്റെ വറ്റിയ പ്രവാഹത്തിൻ്റെ തീരത്ത് അവസാനം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. കാലം. കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു, ഉരുകുന്നു, വീണ്ടും മഞ്ഞിൻ പടലങ്ങൾ തണുത്തുറത്ത് കട്ടപിടിക്കുന്നു. നാം എല്ലാം കാത്തിരിക്കുന്നു. മഞ്ഞ്. 2024 ഡിസംബർ 25 MT വാസുദേവൻ നായർ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. MT വാസുദേവൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് സ്മൃതിപഥം, കോഴിക്കോട്.